Hi all, welcome to Bulb and Beaker YouTube channel. നമ്മൾ KTU 2024 സ്കീമിലെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്ട് സീരീസ് ആണ് കഴിഞ്ഞ 4-5 വീഡിയോകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കിർച്ചോഫ്സ് ലോനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കിർച്ചോഫ്സ് ലോന്റെ അപ്ലിക്കേഷൻ ആയ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, അതായത് KVLന്റെ അപ്ലിക്കേഷൻ ആയ മെഷ് അനാലിസിസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കിർച്ചോഫ് ലോന്റെ അപ്ലിക്കേഷനിൽ അതായത് കിർച്ചോഫ് കറണ്ട് ലോ ഉണ്ട്, കിർച്ചോഫ് വോൾട്ടേജ് ലോ ഉണ്ട്, നമ്മൾ പഠിച്ചു. അതിൽ കിർച്ചോഫ് കറണ്ട് ലോന്റെ അപ്ലിക്കേഷൻ ആണ് നോഡൽ അനാലിസിസ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. ഇന്ന് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോന്റെ അപ്ലിക്കേഷൻ ആയ മെഷ് അനാലിസിസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അതൊന്ന് നോക്കാം. സോ നമ്മൾ മെഷ് അനാലിസിസ് എന്താ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം കിർച്ചോഫ്സ് ലോ, അതായത് ജർമ്മൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള കിർച്ചോഫ് ഒരു കോംപ്ലക്സ് സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡ്, അതായത് കിർച്ചോഫ് കറണ്ട് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും കൊണ്ടുവന്നു. അതെന്താന്നുള്ളത് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് എൻറ്ററിംഗ് ടു എ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിംഗ് ഫ്രം ദാറ്റ് ജംഗ്ഷൻ, അല്ലേ? ദെൻ കിർച്ചോഫ് വോൾട്ടേജ് ലോ പറഞ്ഞു. എന്താ കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞാൽ ദ ആൾജിബ്രിക് സം ഓഫ് വോൾട്ടേജ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് സീറോ. ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള വോൾട്ടേജിന്റെ ആൾജിബ്രിക് സം എന്തായിരിക്കും? സീറോ ആയിരിക്കും, കിർച്ചോഫ് വോൾട്ടേജ് ലോ. ഇനി ഈ കിർച്ചോഫ് വോൾട്ടേജ് ലോന്റെ അപ്ലിക്കേഷൻ ആണ് മെഷ് അനാലിസിസ് അല്ലെങ്കിൽ ലൂപ്പ് അനാലിസിസ് എന്ന പേരിലൊക്കെ അറിയപ്പെടും. അപ്പൊ എന്താ ഈ മെഷ് അനാലിസിസ്, ലൂപ്പ് അനാലിസിസ് നോക്കാം. അതായത് ഒരു കോംപ്ലക്സ് സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മെഷ് അനാലിസിസ്. അപ്പൊ മെഷ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി വി ഹാവ് 4 സ്റ്റെപ്സ്. നമുക്കൊരു 4 സ്റ്റെപ്പ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ മെഷ് ആൻഡ് മാർക്ക് ദ കറന്റ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ മെഷ്. ഐഡന്റിഫൈ ദ മെഷ് നമുക്ക് തന്നതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ലൂപ്പിനെയാണ് മെഷ് എന്ന് പറയാം. നമ്മൾ ടേംസ് നമ്മൾ പഠിച്ചു. ആ മെഷ് ഐഡന്റിഫൈ ചെയ്യുക. അതേപോലെ മാർക്ക് ദ കറന്റ് ഇൻ clockwise direction. clockwise direction, ഓരോ മെഷിനും clockwise directionൽ കറണ്ട് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ നമ്മൾ മെഷ് ഐഡന്റിഫൈ ചെയ്തു, അതിൽ ക്ലോക്ക് വൈസിൽ കറണ്ട് ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്ലൈ സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാം. സൈൻ കൺവെൻഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്ങനെയായിരുന്നു സൈൻ കൺവെൻഷൻ? അതായത് സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്ലസിൽ നിന്നും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് കറണ്ട് പോകുന്നത് എങ്കിൽ അതിന്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്, അപ്പൊ സൈന് നെഗറ്റീവ് ആയിരിക്കും. ഇനി നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് പോകുന്നത് എങ്കിൽ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ? അതേപോലെ തന്നെയാ റെസിസ്റ്ററിൽ നമ്മൾ പ്ലസും മൈനസും എങ്ങനെ മാർക്ക് ചെയ്യുക? കറണ്ട് എൻറ്ററിംഗ് പോയിന്റ്, കറണ്ട് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പോസിറ്റീവ്, കറണ്ട് ലീവിംഗ് പോയിന്റ്, കറണ്ട് ലീവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ നെഗറ്റീവ്. ഇതാണ് സൈൻ കൺവെൻഷൻ. അപ്പൊ എന്താണ്? കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് പോസിറ്റീവ്, കറണ്ട് ലീവ് ചെയ്യുന്ന ഭാഗത്ത് നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെങ്കിൽ നെഗറ്റീവ്, നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണെങ്കിൽ പോസിറ്റീവ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് അപ്ലൈ KVL. അതിൽ KVL അപ്ലൈ ചെയ്യാം. അപ്ലൈ KVL. ഓക്കെ, ഇതില് ആ ഓരോ മെഷിനും KVL അപ്ലൈ ചെയ്യാം. അപ്ലൈ KVL ഈച്ച് മെഷ് ആൻഡ് ഫൈൻഡ് ദ ഇക്വേഷൻ. KVL അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് സോൾവ് ദ ഇക്വേഷൻ ബൈ മാട്രിക്സ് മെത്തേഡ് ഓർ ക്രാമേഴ്സ് റൂൾ. മെട്രിക് മെത്തേഡോ അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്രാമേഴ്സ് റൂൾ. എന്താണെന്നുള്ളത് പറയാം. ക്രാമേഴ്സ് റൂൾ, മെട്രിക്സ് മെത്തേഡ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ദീസ് ആർ ദ ബേസിക് സ്റ്റെപ്സ് ഫോർ മെഷ് അനാലിസിസ്. മെഷ് അനാലിസിസിന്റെ ഡിഫറെന്റ് സ്റ്റെപ്പാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ഇങ്ങനെ പറയുമ്പോഴേക്കാൾ ഒന്നുകൂടി എളുപ്പം നമ്മൾ പ്രോബ്ലം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. സോ മെഷ് അനാലിസിസിന്റെ പ്രോബ്ലംസ് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യും, പിന്നെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു 3-4 ക്വസ്റ്റ്യൻ ചെയ്യും. ക്ലിയർ?
ഓക്കെ, നമുക്ക് മെഷ് അനാലിസിസിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അതൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ദെൻ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ അവരൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ കറണ്ട് ത്രൂ 4 ohm റെസിസ്റ്റർ യൂസിങ് മെഷ് അനാലിസിസ്. മെഷ് അനാലിസിസ് ചെയ്ത് ഈ 4 ohമിലൂടെയുള്ള എന്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്? കറണ്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, മെഷ് അനാലിസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഐഡന്റിഫൈ ദ മെഷ് ആൻഡ് മാർക്ക് ദ കറണ്ട് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇതിൽ ഏതൊക്കെയാ മെഷ്? ഇതൊരു മെഷാണ്. ഏറ്റവും എന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ലൂപ്പിനെയാണ് മെഷ് എന്ന് പറയുന്നത്. ഇതൊരു മെഷാണ്. ഇതോ അടുത്തൊരു മെഷാണ്. അപ്പൊ രണ്ട് മെഷ് ഐഡന്റിഫൈ ചെയ്തു. മാർക്ക് ദ കറണ്ട് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എല്ലാത്തിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഒന്നാമത്തെ കറണ്ട് മാർക്ക് ചെയ്തു I1, രണ്ടാമത്തെ ലൂപ്പിൽ കറണ്ട് മാർക്ക് ചെയ്തു I2. ഇനി ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടെങ്കിലോ I3, മുകളിൽ ഒരു ലൂപ്പ് ഉണ്ട് I4, ലൈക്ക് ദാറ്റ്. അപ്പൊ ഓരോ ലൂപ്പിലും എന്ത് ചെയ്യുക? കറണ്ട് മാർക്ക് ചെയ്യുക I1, I2 ലൈക്ക് ദാറ്റ്. അപ്പോ മാർക്ക് ദ കറണ്ട് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അപ്ലൈ സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? റെസിസ്റ്ററിന് പോസിറ്റീവ് നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുക. എങ്ങനെയാ റെസിസ്റ്ററിന് പോസിറ്റീവ് നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുക? നോക്കുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഈ കറണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് സോഴ്സിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അറിയാം. വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ്, അത് നമുക്കറിയാം. ഇനി നോക്കി, ഈ കറണ്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഇങ്ങനെ വന്ന് ഇതിലൂടെയല്ല എൻ്റർ ചെയ്യുന്നത്. കറണ്ട് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് എന്ത് സിമ്പിളാ? പോസിറ്റീവ്. ഇതിൽ എൻ്റർ ചെയ്യുന്നു, അത് ഇതിലൂടെ എങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകുന്നു, അപ്പൊ നെഗറ്റീവ്. നേരെ വന്ന് ഇവിടെ എൻ്റർ ചെയ്യുന്നു, പോസിറ്റീവ്. ഇതിലൂടെ ഇറങ്ങി പോകുന്നു, നെഗറ്റീവ്. അപ്പൊ ഈ ലൂപ്പിൽ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തു. ഇനി അടുത്ത ലൂപ്പിൽ I2 കൺസിഡർ ചെയ്യാം. നോക്കുക, I2 ഇങ്ങനെ വന്ന് ഈ റെസിസ്റ്റർ, ഇത് രണ്ടിനും കോമൺ, അപ്പൊ രണ്ട് സൈഡിൽ നിന്നും പ്ലസും മൈനസും കൊടുക്കണം. ഇതിലൂടെ വന്ന് ഈ റെസിസ്റ്ററിന്റെ താഴ്ഭാഗത്തൂടെയാണ് കയറുന്നത്. ഇവിടെ പോസിറ്റീവ്. നേരെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു, നെഗറ്റീവ്. നേരെ ഇവിടെ എത്തുന്നു, പോസിറ്റീവ്. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു, നെഗറ്റീവ്. അതായത് ഈ കറണ്ട് ഇതിലെങ്ങനെ വന്ന് ഇവിടെ എൻ്റർ ചെയ്യുന്നു, പ്ലസ്, ഇവിടുന്ന് ലീവ് ചെയ്യുന്നു, മൈനസ്, ഇവിടെ എൻ്റർ ചെയ്യുന്നു, പ്ലസ്, ഇവിടുന്ന് ലീവ് ചെയ്യുന്നു, മൈനസ്. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്കറിയാം. ചെറിയ വര നെഗറ്റീവ്, വലിയ വര പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തു. ഇനി മൂന്നാമത്തെ എന്താണ്? അപ്ലൈ KVL ആൻഡ് ഫൈൻഡ് ദ മെഷ് ഇക്വേഷൻ. KVL അപ്ലൈ ചെയ്തിട്ട് മെഷ് ഇക്വേഷൻ കാണാം അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യാം. അപ്ലൈ KVL ഇൻ ലൂപ്പ് 1. ഒന്നാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. നോക്ക്, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാ. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. എന്താ ഈ സൈൻ കൺവെൻഷൻ? നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ഏതിലേക്കാണോ എത്തുന്നത് ആ സൈൻ ആണ് വരിക. അപ്പൊ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോസിറ്റീവ്, അതായത് 42. ദെൻ ഇവിടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാ. അപ്പൊ നെഗറ്റീവ് എത്ര? V equal to IR ആണ്. I എന്ന് പറഞ്ഞാൽ I1 into R എന്ന് പറഞ്ഞാൽ 6, അതായത് 6I1. ദെൻ അടുത്തത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. നെഗറ്റീവ് എത്രയാ? 3 into ഇവിടെ കോമൺ ആണ് I1 മൈനസ് I2. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ I1 മൈനസ് I2. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യാണല്ലോ I2 മൈനസ് I1. അപ്പൊ ഇവിടെ I1 മൈനസ് I2 which is equal to 0. ഓക്കെ, ഇനി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് 42 മൈനസ് 6I1 മൈനസ് 3I1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3I2 which is equal to 0. ഇനി ഇതിനെ I1ന്റെ ടേംസ് ആദ്യം കൊണ്ടുവരാം. മൈനസ് 6I1 മൈനസ് 3I1 മൈനസ് 9I1 then plus 3I2 then plus 42 equal to അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ which is equal to minus 42. let it be equation number 1. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. മൈനസ് 9I1 പ്ലസ് 3I2 ഈക്വൽ ടു മൈനസ് 42. ഇനി അടുത്തത് അപ്ലൈ KVL. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ KVL അറ്റ് ലൂപ്പ് 2. രണ്ടാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരാം? നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ക്ലോക്ക് വൈസിൽ കറണ്ട് ഇങ്ങനെ വന്ന് മൈനസിൽ നിന്നും പ്ലസിലേക്ക്, അപ്പോൾ പ്ലസ്. ദെൻ ഇവിടെ വന്നു പ്ലസിൽ നിന്നും മൈനസിലേക്കാണ്, അപ്പോൾ മൈനസ്. ഇവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ 3 into I2 മൈനസ് I1, കാരണം സെക്കൻഡ് ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. I2 മൈനസ് I1. ദെൻ ഇവിടെ പ്ലസിൽ നിന്നും മൈനസിലേക്ക് മൈനസ് എത്രയാ? 4I2 which is equal to 0. റീഅറേഞ്ച് ചെയ്യാം. 10 മൈനസ് 3I2 പ്ലസ് 3I1 മൈനസ് 4I2 which is equal to 0. ഇനി എന്ത് ചെയ്യണം? 3I1, I1ന്റെ ടേംസ് ആദ്യം വരിക. 3I1 then മൈനസ് 3I2 മൈനസ് 4I2 മൈനസ് 7I2 then
പ്ലസ് 10 സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു -10. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ ഇക്വേഷൻ 1ഉം 2ഉം കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സോൾവ് ചെയ്തിട്ട് I1ഉം I2ഉം കണ്ടെത്താം. അപ്പൊ സോൾവ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ നമ്മൾ മാട്രിക്സ് മെത്തേഡ് ക്രാമേഴ്സ് റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡയറക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ദെൻ ഞാൻ ക്രാമേഴ്സ് റൂൾ മാട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് ഒന്നാമത്തെ ഇക്വേഷനിലുള്ള I1ന്റെയും I2ന്റെയും കോഎഫിഷ്യന്റ് ഒരു മാട്രിക്സ് ആയിട്ട് എഴുതാം. അതായത് -9 then 3, അതായത് മെട്രിക്സ് മെത്തേഡിലേക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് ഒന്നാമത്തെ ഇക്വേഷനിൽ -9 3, അതായത് I1ന്റെയും I2ന്റെയും കോഎഫിഷ്യന്റ്. ദെൻ രണ്ടാമത്തെ ഇക്വേഷനിൽ I1ന്റെയും I2ന്റെയും കോഎഫിഷ്യന്റ് 3 -7, അതൊരു മെട്രിക്സ് ആക്കാം. ഇൻടു നമ്മുടെ വാല്യൂ I1 അൺനോൺസ് I1 I2 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ എത്രയാ, -42 ഇത് എത്രയാ, -10. ഇങ്ങനെ മാട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതാം. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, I1ഉം I2ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ I1 കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം. അവിടെ ശ്രദ്ധിച്ചോ, I1 കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മാട്രിക്സിൽ ശ്രദ്ധിച്ചേ, ഫസ്റ്റ് മാട്രിക്സ്, ഈ ഒരു മാട്രിക്സിൽ ഫസ്റ്റ് കോളം, അതായത് I1ന്റെ കോളം റീപ്ലേസ് ബൈ ദിസ് കോൺസ്റ്റന്റ് വാല്യൂ. ഈ ഒരു കോളം ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്താ വരിക, -42, അതേപോലെ -10, 3 -7. സെക്കൻഡ് കോളം അങ്ങനെ തന്നെ. അതിന്റെ ഡിറ്റർമിനന്റ് കാണാം, ഡിവൈഡഡ് ബൈ ഈ ആക്ച്വൽ മാട്രിക്സിന്റെ ഡിറ്റർമിനൻസ് എന്താ വരിക, -9 3 3 -7 കാണാം. അപ്പൊ എങ്ങനെ കാണാം നമുക്ക്, ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാം, -42 × 7, 42 × 7 എന്ന് പറഞ്ഞാൽ 294, അതായത് +294 എന്നാ വരിക, കാരണം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. ദെൻ -3 × 10 30, അതായത് -30 എന്നാ, അതായത് +30 ആവും. ഡിവൈഡഡ് ബൈ നമുക്ക് -9 × -7, അതായത് +63, ഡിവൈഡ് ബൈ 3 × 3 9 -9 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, 294 ബൈ 30, 294 + 30 എന്ന് പറഞ്ഞാൽ 324 ഡിവൈഡഡ് ബൈ 54 എന്ന് വരും. 324 ഡിവൈഡ് ബൈ 54, 324 ബൈ 54 എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 6 ആംപിയർ. അപ്പൊ I1ന്റെ വാല്യൂ കിട്ടി 6 ആംപിയർ കിട്ടി. സിമിലർലി I2 എങ്ങനെ കാണാം, ഇതേ ഫോർമാറ്റിൽ ഇതിൽ ഈ ഒരു മാട്രിക്സിൽ സെക്കൻഡ് കോളം റീപ്ലേസ് ബൈ ദിസ് വാല്യൂ. അപ്പൊ എങ്ങനെ വരിക, അതായത് ഫസ്റ്റ് കോളം അങ്ങനെ തന്നെയാണ്, -9 3, സെക്കൻഡ് കോളം -42, അതേപോലെ -10 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് 63 - 9 54 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 54 വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ എന്താ വരിക, -9 × -10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +90 മൈനസ് ദെൻ 42 × 3, അതായത് -3, അതായത് മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാ വരിക. അപ്പോൾ +3 × 42 പറഞ്ഞാൽ 126 ഡിവൈഡ് ബൈ 54 വിച്ച് ഇസ് ഈക്വൽ ടു 126 + 90 എന്ന് പറഞ്ഞാൽ 216 ഡിവൈഡ് ബൈ 54 വിച്ച് ഇസ് ഈക്വൽ ടു എക്സാക്ട്ലി 4 ആംപിയർ. അപ്പൊ നമുക്ക് I1ന്റെ വാല്യൂ കിട്ടി, I2ന്റെ വാല്യൂ കിട്ടി. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്, ഫൈൻഡ് കറണ്ട് ത്രൂ 4 ohm റെസിസ്റ്റർ. 4 ohമിലൂടെയുള്ള കറണ്ടാ കാണാൻ പറഞ്ഞത്. അപ്പൊ 4 ohമിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കറണ്ടാ, I2 ആണ്. അപ്പൊ I2 എന്തായിരിക്കും വാല്യൂ, I2 ഈക്വൽ ടു 4 ohമിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ I ത്രൂ 4 ohm വിച്ച് ഇസ് ഈക്വൽ ടു I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാ, 4 ആംപിയർ. സോ 4 ohമിലൂടെയുള്ള കറണ്ട് കാണാൻ പറഞ്ഞാൽ 4 ആംപിയർ. ഇനിയിപ്പോ വോൾട്ടേജ് അക്രോസ് 4 ohm ആണ് കാണാൻ പറഞ്ഞതെങ്കിലോ, V = IR, I എന്ന് പറഞ്ഞാൽ I2 എന്ന് പറഞ്ഞാൽ 4 × 4 16 വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് 4 ohm ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള കറണ്ട് I2 ആണ്, അതായത് 4 × അവിടുത്തെ റെസിസ്റ്റൻസ് 4 × 4 16 വോൾട്ട് എന്നാണ് വരിക. ഈ രീതിയിലാണ് ചെയ്യാം. ഇനി ഇവിടെ ഈ മെട്രിക്സ് മെത്തേഡ് അല്ലാതെ ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണുള്ളത്, 2 അൺനോൺസും 3 അൺനോൺസും ഉള്ള കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ദെൻ നമുക്ക് യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പല കാൽക്കുലേറ്ററും പല രീതിയിലാണ്. അപ്പോൾ നോർമൽ ആയിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. ചിലതിൽ 991 ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാൽക്കുലേറ്ററിൽ എങ്ങനെ, ഈ ടൈപ്പ് കാൽക്കുലേറ്ററിൽ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് നമ്മൾ ഉദാഹരണമായിട്ട് ഐ ഹാവ് 2 ഇക്വേഷൻസ് 13v1 - 4v2 = 300 -2v1 + 8v2 = -240. തൊട്ട് മുമ്പ് നമ്മൾ ആ പ്രോബ്ലത്തിലുള്ള ഇക്വേഷൻ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ v1 v2 രണ്ട് അൺനോൺസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കാൽക്കുലേറ്ററിലും എല്ലാ ടൈപ്പിലും മോഡിൽ പോവുക, മോഡ് എടുക്കുക. അപ്പോൾ അതിൽ ചിലതിൽ ഡയറക്റ്റ് ഇക്വേഷൻ വരും, ഈ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വരും. ഇതിലിപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ആയിട്ടാണ് വരുന്നത്, ചിലതിൽ വേറെ ഒരു ഗ്രിഡ് ആയിട്ട് വരും, പല ടൈപ്പിൽ വരുന്നത്. ഏതിലായാലും അതിൽ ഇക്വേഷൻ, ഇതിലിപ്പോൾ അഞ്ചാമത്താണ് ഇക്വേഷൻ. സോ 5 അഞ്ചാമത്തെ ഇക്വേഷൻ എടുക്കാം. എന്നിട്ട് നോക്കുക ഇങ്ങനെ ലിസ്റ്റ് ആയിട്ട് വരുന്നത് ഏത് ടൈപ്പ് ഇക്വേഷൻ ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ an(x + bny) = cn, അത് രണ്ട് അൺനോൺ വരുന്നതാണ്. അടുത്ത 3 അൺനോൺ ആണെങ്കിൽ x y z 3 അൺനോൺ വരുന്നത്. ഇനി പോളിനോമിയൽ ആണെങ്കിൽ അടുത്ത അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ രണ്ട് അൺനോൺസ് വരുന്നത് കൊണ്ട് അതിൽ ഒന്നാമത്തെ ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1 ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഫോർമാറ്റ് കിട്ടും, അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നോക്കുക, ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആദ്യത്തെ ഇക്വേഷൻ്റെ v1ൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് 13. ഈ 13 ആണ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 13 ടൈപ്പ് ചെയ്യുക, ഈക്വൽസ്. ദെൻ അടുത്തത് v2ൻ്റെ കോഎഫിഷ്യൻറ്റ് -4. ഈ മൈനസ് നോക്കണേ, -4 ഈക്വൽസ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാ, 300 ഈക്വൽസ്. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഡയറക്റ്റ് സീക്വൻസ് ആയിട്ട് ഇങ്ങനെ അടിച്ചു പോയത്. സെക്കൻഡ് ഇക്വേഷനിൽ v1ൻ്റെ കോഎഫിഷ്യൻറ്റ് -2 ഈക്വൽസ്, ദെൻ v2ൻ്റെ കോഎഫിഷ്യൻറ്റ് 8 ഈക്വൽസ് കോൺസ്റ്റന്റ് വാല്യൂ -240 വിച്ച് ഇസ് ഈക്വൽ ടു എഗെയിൻ ഈക്വൽ അടിക്കുക. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ v1ൻ്റെ വാല്യൂ ആണ്, എത്രയാ 15 വോൾട്ട്. v1ൻ്റെ വാല്യൂ കിട്ടി, എഗെയിൻ ഈക്വൽ അടിക്കുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വരികയാണെങ്കിൽ ഇതിലൊരു കീ ഉണ്ട്, S to D എന്ന് പറഞ്ഞ കീ. ഇത് അങ്ങോട്ട് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ v2ൻ്റെ കിട്ടും. v2ൻ്റെത് ഡെസിമലിൽ -26.25 ഓക്കെ വോൾട്ട്. അപ്പോൾ v1 v2 ഈ രീതിയിലാണ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. അടുത്തൊന്ന് നോക്കാം, 3 അൺനോൺസ് വരുന്നത്. അപ്പോൾ 3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, മോഡിൽ പോവുക, ഇക്വേഷൻ ഫിഫ്ത്ത് വൺ ഇക്വേഷൻ സെലക്ട് ചെയ്യുക. 3 അൺനോൺസ് ആകുമ്പോൾ രണ്ടാമത്തതാണ് എടുക്കേണ്ടത്, an(x + bny + cnz = dn, അതായത് രണ്ടാമത്തത് സെക്കൻഡ് വണ്ണ് എൻ്റർ ചെയ്യുക. എന്നിട്ട് മാട്രിക്സിൽ നോക്കുക, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ v1ൻ്റെ കോഎഫിഷ്യൻറ്റ് 31 വിച്ച് ഇസ് ഈക്വൽ ടു, ഇനിയിപ്പോൾ v2ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല, -6 v3 ആണെങ്കിൽ അവിടെ v2ൻ്റെ സ്ഥാനത്ത് 0 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ v2ൻ്റെ സ്ഥാനത്തുണ്ട് -10 ഈക്വൽസ് v3ൻ്റെത് -6 which is equal to constant value 300 equals, then second equationൽ v1ൻ്റെത് -5 മൈനസും പ്ലസും ഒക്കെ നോക്കണം, then 23 അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറും, then -15, then 0. then ഇവിടെ ഇപ്പോൾ v1 ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് ടൈപ്പ് ചെയ്യണേ. ഇവിടെ ഇപ്പോൾ v1 ഉണ്ട് -4, then -20, then 29, then -40 ഈക്വൽസ് എടുക്കുക, എഗെയിൻ ഈക്വൽസ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ v1ൻ്റെ കിട്ടി. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ S to D ഓക്കെ 12.05 വോൾട്ട് v1. സിമിലർലി v2 എന്താണ്, എഗെയിൻ ഈക്വൽ അടിക്കുക. അപ്പോൾ y-ൻ്റെ കിട്ടി, S to D കൺവേർട്ട് ചെയ്യുക. ഇതാണ് S to D എന്ന് പറഞ്ഞാണ് കൺവേർഷൻ, 5.1 വോൾട്ട്. ദെൻ v3 ഈക്വൽ അടിക്കുക, Z അതായത് S to D 3.8 വോൾട്ട്. ഈ രീതിയിലാണ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. ഫൈൻ. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അതായത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, KTU May 24 ഇക്കഴിഞ്ഞ 2024 മെയ്യിൽ ചോദിച്ച 10 മാർക്കിന്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചോദിക്കാം? അപ്പോൾ ഈ ഒരു സർക്യൂട്ട് അവർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം മെഷ് അനാലിസിസ്, യൂസിങ് മെഷ് അനാലിസിസ് ആണ്. മെഷ് അനാലിസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഐഡന്റിഫൈ ദ മെഷ് ആൻഡ് മാർക്ക് ദ കറണ്ട് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 3 മെഷ് ഇവിടെ ഉണ്ട് അല്ലേ, കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുക. നോക്ക്, I1 I2 I3 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് മാർക്ക് ചെയ്തു. ഇനി അപ്ലൈ സൈൻ കൺവെൻഷൻ. സൈൻ കൺവെൻഷൻ കൊടുക്കുക റെസിസ്റ്ററിന്. കറണ്ട് ക്ലോക്ക് വൈസിൽ എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് പോസിറ്റീവ്, ലീവ് ചെയ്യുന്ന സ്ഥലത്ത് നെഗറ്റീവ്. ഇതിൽ എൻ്റർ ചെയ്യുന്നു പോസിറ്റീവ്, ലീവ് ചെയ്യുന്നു നെഗറ്റീവ്. ബാറ്ററിക്ക് വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ്, നമുക്കറിയാം. ദെൻ അടുത്തത് ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു പോസിറ്റീവ്, ഇതിലെ ലീവ് ചെയ്യുന്നു നെഗറ്റീവ്. ഇവിടെ എൻ്റർ ചെയ്യുന്നു പോസിറ്റീവ്, ലീവ് ചെയ്യുന്നു നെഗറ്റീവ്. ഇവിടെ എൻ്റർ ചെയ്യുന്നു പോസിറ്റീവ്, ലീവ് ചെയ്യുന്നു നെഗറ്റീവ്.
ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലൂടെ എൻ്റർ ചെയ്യുന്നു പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ എൻ്റർ ചെയ്യുന്നു പോസിറ്റീവ്, ലീവ് ചെയ്യുന്നു നെഗറ്റീവ്. എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് പോസിറ്റീവ്, ലീവ് ചെയ്യുന്ന ഭാഗത്ത് നെഗറ്റീവ്. ഇനി എന്ത് ചെയ്യുക? അപ്ലൈ KVL അറ്റ് ലൂപ്പ് 1 അല്ലെ, ഓരോ ലൂപ്പിലും KVL അപ്ലൈ ചെയ്യുക. അപ്ലൈ KVL അറ്റ് ലൂപ്പ് 1, ഒന്നാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ KVL എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഇവിടുന്ന് തുടങ്ങണം, മൈനസിൽ നിന്നും പ്ലസിലേക്ക്. അപ്പൊ എന്താ? +20. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, അതായത് -5, അവിടുത്തെ കറണ്ട് I1 അല്ലെ, -5 I1. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക് -3 ഇൻറ്റു I1 - I2 അല്ലെ, കോമൺ ആണ്, I1 - I2. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക് -5 അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 0. കംപ്ലീറ്റ് ആയി. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. പറഞ്ഞേ, 20 - 5 I1 - 3 I1 +3 I2 -5 ഈക്വൽ ടു 0. I1ന്റെ ടേംസ് ഒക്കെ കൊണ്ടുവരാം. -5 I1 ഉം -3 I1 ഉം, അതായത് -8 I1 +3 I2. ദെൻ 20 - 5 15, ഈക്വലിന്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടു -15. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ്, അപ്ലൈ KVL അറ്റ് ലൂപ്പ് 2. രണ്ടാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ലൂപ്പ് ഇതാണ്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. മൈനസിൽ നിന്നും പ്ലസിലേക്ക്, അതായത് +5. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, അതായത് -3 ഇൻറ്റു I2 - I1. രണ്ടാമത്തെ ലൂപ്പിലായതുകൊണ്ട് I2 - I1. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക് -4 I2. ദെൻ മൈനസിൽ നിന്നും പ്ലസിലേക്ക് +5. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക് -2 ഇൻറ്റു I2 - I3. I2 - I3. ദെൻ മൈനസിൽ നിന്നും പ്ലസിലേക്ക് +5, വിച്ച് ഇസ് ഈക്വൽ ടു 0. റീഅറേഞ്ച് ചെയ്ത് 5 - 3 I2 +3 I1 -4 I2 +5 -2 I2 +2 I3 +5 ഈക്വൽ ടു 0. ഇനി I1ന്റെ ടേംസ് ഒക്കെ കൊണ്ടുവരിക. 3 I1 ഉണ്ട്, അപ്പോൾ 3 I1. ദെൻ -3 I2 ഉണ്ട്, -4 I2, അതായത് -7 I2. ദെൻ -9 I2, അതായത് -9 I2. ദെൻ I3ന്റെ ടേംസ് +2 I3 +2 I3. ദെൻ 5 10 +5 15, which is equal to +15. ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -15. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി അപ്ലൈ KVL അറ്റ് ലൂപ്പ് 3. അപ്ലൈ KVL അറ്റ് ലൂപ്പ് 3. ലൂപ്പ് 3ൽ KVL അപ്ലൈ ചെയ്യാം. പറഞ്ഞോ, ലൂപ്പ് 3ൽ ഇതല്ലേ. അപ്പോൾ KVL അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസിൽ നിന്നും മൈനസിലേക്ക്, അതായത് -8 I3. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക് -30. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക് -5. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക് -2 ഇൻറ്റു I3 - I2. I3 - I2, which is equal to, എല്ലാം കഴിഞ്ഞു, 0. റീഅറേഞ്ച് ചെയ്തേ, -8 I3 -30 -5 -2 I3 +2 I2, which is equal to 0. ഓക്കെ, ഇനി I1ന്റെ ടേംസ് ഇല്ല, I2ന്റെ ഉണ്ട്, 2 I2. ദെൻ I3ൻ്റെത് -2 I3 ഉണ്ട്, -8 I3 ഉണ്ട്. അപ്പോൾ എന്താ വരിക? -10 I3. ദെൻ -30 ഉം -5 ഉം -35, ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈക്വൽ ടു +35. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ 3 ഇക്വേഷനും എന്ത് ചെയ്യുക? മാട്രിക്സ് മെത്തേഡോ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. അപ്പം നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I1ൻ്റെയും I2ൻ്റെയും I3ൻ്റെയും വാല്യൂ നമുക്ക്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്യുമ്പോൾ I1 I2 I3 ഇങ്ങനെ കോഎഫിഷ്യന്റ് കൊടുത്ത് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത് അതേപോലെ ചെയ്യുമ്പോൾ I1 2.55 ആംപിയർ, I2 1.82 ആംപിയർ, I3 -3.13 ആംപിയർ എന്ന് കിട്ടും. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞ എന്താണ്? ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് കാണാൻ. അപ്പൊ കറണ്ട് ത്രൂ 5 ഓം എത്രയാ? I ത്രൂ 5 ഓം. അപ്പൊ 5 ഓമിലൂടെ പോകുന്ന കറണ്ട് I1 എന്ന് പറയുന്ന കറണ്ടാ. I1 എത്രയാ?
2.55 ആംപിയർ കഴിഞ്ഞു. ദെൻ കറണ്ട് ത്രൂ 3 ഓം, കറണ്ട് ത്രൂ 3 ഓം, 3 ഓമിലൂടെ പോകുന്ന കറണ്ട് I1 ഉണ്ട്, I2 ഓപ്പോസിറ്റ് ആണ്. അപ്പൊ I1 മൈനസ് I2 ചെയ്യണം. I1 മൈനസ് I2 വിച്ച് ഇസ് ഈക്വൽ ടു I1 2.55 മൈനസ് I2 എത്രയാ 1.82 വിച്ച് ഇസ് ഈക്വൽ ടു 0.73 ആംപിയർ. അതേപോലെ ഇനിയിപ്പോ 4 ഓമിലൂടെ കാണുന്നതാണെങ്കിലോ I ത്രൂ 4 ഓം, 4 ഓമിലൂടെ കാണുന്നതാണെങ്കിൽ I2 ആണ്. I2ന്റെ വാല്യൂ ഡയറക്റ്റ് ആയി എഴുതി 1.82 ആംപിയർ. ഇനി I ത്രൂ 2 ഓം ആണെങ്കിലോ, ഈ ഒരു 2 ഓം I ത്രൂ 2 ഓം ആണെങ്കിൽ എന്താണ് I2 മൈനസ് I3, I2 മൈനസ് I3 വിച്ച് ഇസ് ഈക്വൽ ടു I2ന്റെ വാല്യൂ എത്ര വരുന്നത് 1.82 മൈനസ് ആണ്, മൈനസ് 3.1, അപ്പോൾ പ്ലസ് 3.14 which is equal to 4.96. Similarly, I through 8 ohm എന്താണ് I3 ആണ്. I3 എന്ന് പറഞ്ഞാൽ മൈനസ് 3.13. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി വോൾട്ടേജ് ആണ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാലോ, ഇപ്പോൾ വോൾട്ടേജ് അക്രോസ് 8 ohm കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ V അക്രോസ് 8 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ കാണുക, V equal to I into R. I എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള I3, അതായത് 3.13 അല്ലെ, മൈനസ് 3.13 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 8 ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് കിട്ടും. ഓക്കെ, അതേപോലെ എല്ലാത്തിലും ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? യൂണിവേഴ്സിറ്റിക്ക് 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ. ഓക്കെ, അടുത്തൊരു യൂണിവേഴ്സിറ്റി പ്രോബ്ലം നോക്കാം. അതായത് KTU ഡിസംബർ 2023 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. അതായത് ഫൈൻഡ് ദ കറണ്ട് ത്രൂ 10 ഓം റെസിസ്റ്റർ. ഈ 10 ഓമിലൂടെയുള്ള കറണ്ട് കാണാനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ചോദിച്ചത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പൊ ആദ്യം നമ്മൾ മെഷ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, മെഷ് ഐഡന്റിഫൈ ചെയ്യണം, ക്ലോക്ക് വൈസിൽ കറണ്ട് മാർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഇത് I1 എടുത്തു. ഏത് ഓർഡറിൽ എടുക്കാം? I1 ഇതൊക്കെ എങ്ങനെ എടുക്കാം? ഓക്കെ, നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് I1 I2 മാറുന്നേ ഉള്ളൂ. ഇത് I2, ഇത് I3 മാർക്ക് ചെയ്തു. ഇനി സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുക, പ്ലസും മൈനസും കൊടുക്കുക. ക്ലോക്ക് വൈസിൽ എടുക്കുമ്പോൾ ഇത് പ്ലസ് മൈനസ്. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് മൈനസ്. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് മൈനസ്. സൈൻ കൺവെൻഷൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? അപ്ലൈ KVL അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ KVL അറ്റ് ലൂപ്പ് 1. ഒന്നാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്ത് പറഞ്ഞേ. ഒന്നാമത്തെ ലൂപ്പ് ഇതാണ്. ഇവിടെ നിന്ന് തുടങ്ങാം. മൈനസിൽ നിന്നും പ്ലസിലേക്ക്, അതായത് പ്ലസ് 50. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -2 ഇൻറ്റു I1 മൈനസ് I3. മാറിപ്പോകരുത്. ദെൻ ഇങ്ങനെ വന്നു. പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -6 ഇൻറ്റു I1 മൈനസ് I2 which is equal to 0. ഈ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ഇനി റീഅറേഞ്ച് ചെയ്യാം. നോക്ക്, 50 -2 I1 പ്ലസ് 2 I3 -6 I1 പ്ലസ് 6 I2 which is equal to 0. I1ന്റെ ടേംസ് ഒക്കെ ആദ്യം ചെയ്ത് -2 I1 -6 I1, അതായത് -8 I1. ദെൻ I2ന്റെ ടേംസ് പ്ലസ് 6 I2. ദെൻ I3ന്റെ ടേംസ് പ്ലസ് 2 I3. ദെൻ 50 ഉണ്ട്, അത് ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടു കഴിഞ്ഞാൽ -50. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. സിമിലർലി അപ്ലൈ KVL അറ്റ് ലൂപ്പ് 2. രണ്ടാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ലൂപ്പ് ഇതാണ്. അപ്പൊ പറഞ്ഞോ, ഇവിടെ തുടങ്ങാം. മൈനസിൽ നിന്നും പ്ലസിലേക്ക്, അതായത് 10. ഇവിടെ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -6 ഇൻറ്റു I2 മൈനസ് I1. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -8 ഇൻറ്റു I2 മൈനസ് I3 which is equal to 0. റീഅറേഞ്ച് ചെയ്യുക. 10, ദെൻ -6 I2 പ്ലസ് 6 I1, ദെൻ -8 I2 പ്ലസ് 8 I3 which is equal to 0. ഇനി I1ന്റെ ടേംസ് 6 I1 ഉണ്ട്, അപ്പോൾ 6 I1. ദെൻ I2ൻ്റെ -6 I2 ഉണ്ട്, -8 I2 ഉണ്ട്, സോ -14 I2. ദെൻ I3ൻ്റെ പ്ലസ് 8 I3 which is equal to 10 ഉണ്ട്, അത് ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -10. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ക്ലിയർ? ഇനി മൂന്നാമത്തത് അപ്ലൈ
KVL at loop 3, അതായത് ലൂപ്പ് 3ൽ KVL അപ്ലൈ ചെയ്യാം. അപ്പൊ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, പ്ലസിൽ നിന്നും മൈനസിലേക്ക്, അതായത് -10i3. ദെൻ ഇവിടെ വന്നു പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -8 ഇൻറ്റു i3 - i2, i3 - i2. ദെൻ ഇവിടെ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -2 ഇൻറ്റു i3 - i1, i3 - i1 which is equal to 0. റീഅറേഞ്ച് ചെയ്യാം. -10i3 -8i3 +8i2 -2i3 +2i1 which is equal to 0. ഇനി i1ന്റെ ടേംസ് അറിയത് 2i1, then i2ന്റെ ടേംസ് +8i2, then i3ന്റെ ടേംസ് -10ഉം -8ഉം -18, -18ഉം -2 -20i3 which is equal to 0. Let it be equation number 3. ഇനി ഈ ഇക്വേഷൻ 1ഉം 2ഉം 3ഉം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ട് i1ന്റെ i2ന്റെ i3ന്റെ വാല്യൂ ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പോലെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. i1 = 16 ആംപിയർ, i2 = 11 ആംപിയർ, i3 = 6 ആംപിയർ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? കറണ്ട് ത്രൂ 10 ohm, 10 ohമിലൂടെയുള്ള കറണ്ട്, അത് ഏത് കറണ്ടാ? i3. അപ്പോൾ കറണ്ട് ത്രൂ 10 ohm which is equal to i3 which is equal to 6 ampere is the answer. 10 മാർക്കിന് ഡിസംബർ 23 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. ക്ലിയർ? അടുത്തൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അതായത് 2 പ്രാവശ്യം ഡിസംബർ 2019ലും ജൂലൈ 2021ലും 2 പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് കാണാൻ പോകുന്നത്. നേരത്തെ അതേപോലെ തന്നെയാണ്, ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ദ മെഷ് ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലോക്ക് വൈസിൽ കറണ്ട് മാർക്ക് ചെയ്യുന്നു. i1, ഇത് i2, ഇത് i3. ദെൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നു. നോക്കാം, ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് പ്ലസ്, ലീവ് ചെയ്യുന്ന സ്ഥലത്തിന് മൈനസ്. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, മാറിപ്പോരുത്. ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി അപ്ലൈ KVL at loop 1. ഒന്നാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. പറഞ്ഞോ, ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മൈനസ് നിന്ന് പ്ലസിലേക്ക്, അതായത് 100. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -60i1. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -30 ഇൻറ്റു i1 - i3. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -50 ഇൻറ്റു i1 - i2, i1 - i2. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -20 which is equal to 0. ഓക്കെ, ഇത് റീഅറേഞ്ച് ചെയ്യാം. 100, ദെൻ -60i1, then -30i1 +30i3, then -50i1 +50i2 -20 equal to 0. പറഞ്ഞേ, -60i1 -30i1 -90i1, then -50i1, അതായത് -140i1 -140i1. then i2ന്റെ എത്രയാ? 50i2 plus 50i2. then i3 എത്രയാ? plus 30i3 plus 30i3 which is equal to 100 minus 20 എന്ന് പറഞ്ഞാൽ 80 plus 80, അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -80. let it be equation number 1. ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്തത് അപ്ലൈ KVL at loop 2. രണ്ടാമത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. പറഞ്ഞേ, ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസിൽ നിന്നും മൈനസിലേക്ക്, അതായത് -10i2. ദെൻ മൈനസിൽ നിന്നും പ്ലസിലേക്ക്, +50. ദെൻ മൈനസിൽ നിന്നും പ്ലസിലേക്ക്, +20. ദെൻ പ്ലസിൽ നിന്നും മൈനസിലേക്ക്, -50 ഇൻറ്റു i2 - i1. ദെൻ പ്ലസ് മൈനസ്, അതായത് പ്ലസിൽ നിന്നും മൈനസിലേക്ക് മൈനസ്
40 into I2 minus I3. I2 minus I3. Then, which is equal to 0. Then, solve it. I minus 10 I2 plus 50 plus 20 minus 50 I2 plus 50 I1 minus 40 I2 plus 40 I3, which is equal to 0. Then, I1 in the terms 50 I1. 50 I1. Then, I2 in the terms minus 10 I2 ഉണ്ട് minus 50 I2, അതായത് minus 60 I2. minus 60 I2 minus 40 I2, അതായത് minus 100 I2. then I3 ൻ്റെത് plus 40 I3 plus 40 I3, which is equal to ഇവിടെ ഒരു plus 50 ഉണ്ട്. then yes plus 50 then ഒരു 20 ഉണ്ട്, plus 50 20, അപ്പോൾ 70. അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ minus 70. let it be equation number 2. ഇനി അടുത്തത് സിമിലർലി അപ്ലൈ KVL at loop 3. ലൂപ്പ് 3ൽ KVL അപ്ലൈ ചെയ്ത് ഇതാണ് ലൂപ്പ് 3. ഇവിടെ തുടങ്ങാം പ്ലസിൽ നിന്ന് മൈനസിലേക്ക്, അതായത് minus 20 I3. then പ്ലസിൽ നിന്ന് മൈനസിലേക്ക് minus 40 into I3 minus I2. then minus 30 into I3 minus I1. I3 minus I1, which is equal to 0. Rearrange ചെയ്തത് minus 20 I3 minus 40 I3 plus 40 I2 minus 30 I3 plus 30 I1, which is equal to 0. നമുക്ക് I1 ന്റെ ടേംസ് ആദ്യം ചെയ്താൽ 30 I1 ഉണ്ട്, അപ്പോൾ 30 I1. then I2 ൻ്റെത് 40 I2 plus 40 I2. then I3 ൻ്റെത് minus 20യും minus 40യും minus 60യും minus 30യും minus 90 I3, which is equal to constant value ഒന്നുമില്ല 0. let it be equation number 3. ഇനി ഇക്വേഷൻ 1ഉം 2ഉം 3ഉം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മാട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ട് I1ൻ്റെയും I2ൻ്റെയും I3ൻ്റെയും വാല്യൂ കാണും. ഓക്കെ, അതൊന്ന് കണ്ടേ. അപ്പൊ നോക്കിയേ, കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ I1 1.64, I2 2.12, I3 1.49 ആംപിയർ എന്ന് കിട്ടും. 1.49 1.5 എന്നൊക്കെ എടുക്കാം. ഓക്കെ, ചെറിയ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ് ഫ്രാക്ഷൻ മാറുന്നതിന് പ്രശ്നമില്ല. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞാൽ ഫൈൻഡ് ദ കറണ്ട് ത്രൂ ഈച്ച് ബ്രാഞ്ച്, ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് കാണാൻ. ഇപ്പോൾ കറണ്ട് ത്രൂ 20 ഓം എന്താ വരിക, 20 ഓമിലൂടെയുള്ള കറണ്ട് I3 ആണ്. അപ്പൊ I3 എത്ര വരിക, I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.49. അപ്പൊ കറണ്ട് ത്രൂ 20 ഓം എന്ന് പറഞ്ഞാൽ 1.49. ഇനി കറണ്ട് ത്രൂ 30 ഓം ഒന്നുകിൽ ഇവിടെ നിന്ന് എടുക്കാം, I1 മൈനസ് I3 എടുക്കാം. ഇനി കറണ്ട് ത്രൂ 60 ഓം എന്ന് പറഞ്ഞാൽ I1 തന്നെയാണ്. ഇനി കറണ്ട് ത്രൂ 50 ഓം എന്ന് പറഞ്ഞാൽ I1 മൈനസ് I2. ഇനി കറണ്ട് ത്രൂ 40 ഓം എന്ന് പറഞ്ഞാലോ I2 മൈനസ് I3. ഇനി കറണ്ട് ത്രൂ 10 ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ I2. ഓക്കെ, നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ രണ്ടാമത് ഇനി അത് ചെയ്യുന്നില്ല, ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് മെഷ് അനാലിസിസ് എന്താന്ന് പറഞ്ഞു, അതേപോലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച 3-4 ക്വസ്റ്റ്യൻസ് ചെയ്തു, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എളുപ്പമാണ്, ഏത് പ്രോബ്ലം ചോദിച്ചാലും ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എളുപ്പമാണ്. എഗെയിൻ ശ്രദ്ധിക്കുക, വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, അതായത് മെഷ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത് എളുപ്പമാണ്, സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ചെറിയൊരു മൈനസോ പ്ലസോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ കംപ്ലീറ്റ് തെറ്റും. അപ്പൊ അതുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ആവണം. പേപ്പർ എടുക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, ചെയ്ത്. അപ്പോൾ ഒരു വൺസ് ഞാൻ ഇനി ചെയ്ത പ്രോബ്ലം തന്നെ നിങ്ങൾ സർക്യൂട്ട് മാത്രം പരിശോധിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ചെറിയൊരു മൈനസ് അവിടെ എവിടെയോ മാറുമ്പോൾ കംപ്ലീറ്റ് ആൻസർ മാറുന്നത് കാണാം. അപ്പൊ നിങ്ങൾ സർക്യൂട്ട് വരച്ചെടുത്തിട്ട് ചെയ്ത പ്രോബ്ലം തന്നെ 1-2 പ്രാവശ്യം ചെയ്തതിനു ശേഷം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് നോക്കുക. ഡു വെൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.